ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽ എടുത്ത് വെക്കുന്ന പോലെ തന്നെ പുതിയ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഓൾറെഡി ഷോറൂമിൽ ഉള്ള തന്നെ സാധനം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൗണ്ട് അടിച്ച് നോക്കണം കേട്ടോ. അത് പുതിയ വണ്ടിയാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും. ഇപ്പം എനിക്ക് കിട്ടിയ കുറച്ച് പണികളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണിച്ച പോലെ ഈ കൂളൻറ്റിൻ്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു ക്രാക്ക് വരുന്നുണ്ട്. ഇത് നല്ലപോലെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങളാരും വിശ്വസിക്കത്തില്ല സാധനം കണ്ടോ. ഇവിടെ ആയിട്ടൊരു വെട്ട് വരുന്നുണ്ട്. പിന്നെ വേറൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഇവിടെ ഇതിൻ്റെ ഈ ഒരു സൈലൻസറിൻ്റെ ഇവിടുത്തെ ഒരു ഗ്യാപ്പ്, അതേപോലെ പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ട. ഇത് ഇത്രയും ഗ്യാപ്പ് വരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിന് സിംഗിൾ ഫാനേ വരുന്നുള്ളൂ. പിന്നെ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞില്ല, അതുകൊണ്ട് അത്യാവശ്യം ഹീറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ കൂളൻ്റ് കുറവായിരുന്നെന്ന് തോന്നുന്നു. കൂളൻറ്റിൻ്റെ അളവ് കണ്ട ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നിങ്ങൾ അറിയാവുന്നവരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞ് ഇതുവഴിയും കൂളൻ്റ് ഒഴിക്കാം, അതായത് ഇതുവഴി ഒഴിക്കാം. പിന്നെ ഈ ഒരു സാധനം കണ്ട, ഈ ഒരു റബ്ബർ, അത് ഒരു വല്ലാതെ ഇതില്ലാതെ ഇരിക്കുന്നത്. ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇപ്പോൾ വണ്ടി വെക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വെച്ചില്ലെങ്കിൽ പല പട്ടിയോ പൂച്ചയൊക്കെ മാന്തി കഴിഞ്ഞാൽ എല്ലാം പോകും. ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ എനിക്കിപ്പം വണ്ടി എടുത്ത് ചെറിയ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ഇത് ചെറിയ കണ്ണാപ്പി സൈഡിലോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഡൂക്ക് 250, അതായത് ഈ ഹിന്ദിക്കാരൊക്കെ എടുത്തിട്ട് ഒരുമാതിരി വൃത്തിയായിട്ട മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇടുമ്പോഴാണെങ്കിലും ഒരുമാതിരി കമൻറ്റൊക്കെ വല്ലാണ്ട് വരുന്നത്. അപ്പം എന്തുകൊണ്ടും നല്ലത് നിങ്ങൾ കുറച്ചുകൂടെ നാൾ വെയിറ്റ് ചെയ്ത് ഫണ്ടൊക്കെ സെറ്റ് ചെയ്ത് 390 എടുക്കുന്നതായിരിക്കും ബെറ്റർ. 250 ഒരു ചപ്പരി സൈഡിലേക്ക് കണ്ണാപ്പി സൈഡിലോട്ട് പോകുന്നുണ്ടോയെന്നൊരു ചെറിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്താൽ നല്ലതാണ്. ഇതിൻ്റെ അടിയിലൊരു അണ്ടർബെല്ലി വെക്കുക, കണ്ടമാനം സ്റ്റിക്കർ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ എന്തായാലും വണ്ടിക്കകത്ത് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഇത് സാധനം ഭയങ്കര ബോറാണ്. ഇത് ഒന്ന് അടിയിലോട്ട് കയറ്റിയാൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മളെ അറിയാമല്ലോ, മുക്കിന് ആരത്തെ ഉള്ളതുകൊണ്ട് അവർ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് 18,000 20,000 ഒക്കെ അടിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ മിറർ കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ഇച്ചിരി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് മാറ്റണം. പിന്നെ ഈ ഗ്രാബ് റെയിൽ, ഈ സീറ്റ് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു കവള് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഈ സാരി കാർഡ്, പിന്നെ മിറർ മാറ്റിയിട്ട് ഹാൻഡിലൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ ഈ ഹാൻഡിലിൻ്റെ ഇവിടെ കൊണ്ടൊക്കെ നല്ല വൈഡാണ് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ ഹാൻഡിൽ കണ്ടോ നിങ്ങൾ? ഹാൻഡിൽ നല്ല വൈഡാണ്, മനസ്സിലായേ? നല്ല വൈഡായിട്ടുള്ള ഹാൻഡിലാണ്. അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണാനുള്ള ലുക്ക് നല്ല രസമുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 5:45 അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് ചെറിയ മഴയുടെ സാഹചര്യമുണ്ട്, ചെറിയ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ 80,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 9,000 ചില്ലാനം രൂപ അതിന് EMI വരും, അതായത് ഡൂക്ക് 390. പക്ഷേ ഞാൻ ഇതെടുത്തപ്പോഴത്തേക്ക് 70 രൂപ കൊടുത്തിട്ട് മാസം 6,310 6,329 അങ്ങനെ EMI വരത്തുള്ളൂ 4 വർഷത്തേക്ക്. അപ്പം കുറച്ചുകൂടെ ഫണ്ട് കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ടെങ്കിലും അല്ലെ കുറച്ചുകൂടെ ഫണ്ട് വെയിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എന്തായാലും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 390 എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഡൂക്കിൻ്റെ. പിന്നെ 390 കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് 40% GST ഹൈ ആക്കിയിട്ട് അത് ചിലപ്പോൾ ഡിസ്കൺവേഴ്സ് ആക്കാനും, പറഞ്ഞത് തെറ്റിപ്പോയി, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, അത് നിർത്തലാക്കാനും ചിലപ്പോൾ പിന്നെയും വില കൂട്ടാനും ചാൻസ് ഉണ്ട്. എന്നിട്ട് പുതിയ ഡൂക്ക് 350 എന്തോ ലോഞ്ച് ചെയ്യും. അപ്പം സാധനം പിന്നെ ഈ ഇലക്ട്രോണിക്സ് പരമായിട്ട് കുറേ സാധനങ്ങൾ മിസ്സിങ് ആണ്. 250ക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നില്ല, ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല. ഈ ഒരു സാധനം ഭയങ്കര, എനിക്ക് തോന്നുന്നു അടുത്ത ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് മിസ്സാകും തോന്നുന്നു കേട്ടോ. ഈ സാധനം അതായത് ഇങ്ങനെ മറ്റേ ക്രൂസ് കൺട്രോൾ മോഡലൊരു സാധനമുണ്ട്, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ അല്ലാതെ വേറെ കുറേ സാധനങ്ങളാണെങ്കിലും മിസ്സിങ് ആണ് കേട്ടോ. നമ്മുടെ ഡിസ്പ്ലേയിൽ ഈ ഒരു സെറ്റപ്പിനകത്ത് വരുന്ന കുറച്ച് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഇതാണ്. ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരത്തില്ല, അതുപോലെ ബാക്കിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇലക്ട്രോണിക്സിൽ മിസ്സാകും. ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് ഹൈവേയിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഓണാക്കിയിട്ടിട്ട് ഇങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ
നമുക്ക് ത്രോട്ടിൽ കൊടുക്കേണ്ടി വരില്ല. പിന്നെ ഇതിന് ഈ മറ്റേ ഈ ഒരു സാധനത്തിനൊരു പേര് പറയില്ല, അത് കറക്റ്റ് സമയമായപ്പോഴത്തേക്കും വിട്ടുപോയി. ഈ വയർലെസ് ത്രോട്ടിൽ. പക്ഷേ അതിൻ്റെ ഇവിടെ ആയിട്ട് എന്തോ വേറെ വയറിങ് കാര്യങ്ങളുണ്ട്. അതെനിക്കൊന്ന് ഈ കിൽ സ്വിച്ചിൻ്റെ ആണെന്നോ എന്ന് അറിയത്തില്ല. ഇതിങ്ങനെ വയറില്ലാതാണ് മനസ്സിലായ സാധനം. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കൊക്കെ തന്നെയാണ്. പിന്നെ അവർ വണ്ടി ഇറക്കിയ സമയത്തേക്ക് ഈ കിടക്കേണ്ട സാധനം ഇപ്പുറത്ത് വരണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അടി വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ ഒക്കെ ഇട്ട് പോകുമ്പം അതിൻ്റെ ഒരു അടിയാണെന്ന് അറിയത്തില്ല. നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങി ഈ ഒരു തേർഡ് ഗിയർ വരുമ്പോഴത്തേക്കുണ്ടല്ലോ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് കുലുങ്ങുന്നതുകൊണ്ടാണ് എന്തുവാണ്. പിന്നെ നമ്മൾ സാധാ ഓടിച്ചു പോകുമ്പോഴാണെങ്കിലും ചെറിയ വ്യത്യാസം. പിന്നെ ഈ ഒരു മൽഗാർഡിന് നീളമില്ലാത്തതുകൊണ്ട് എന്താണെന്ന് തോന്നുന്നു, കല്ലും മണ്ണും ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് ഒരു മരിക്കണ് എന്തുവാണോ അത് വണ്ടിക്കകത്തുള്ള സൗണ്ടാണോ ഇനി മൽഗാർഡിന് നീളമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആയതാണ്. എന്തായാലും നിങ്ങൾ ഷോറൂമിൽ പോകുമ്പോൾ വണ്ടി കാര്യങ്ങൾ എടുക്കുമ്പം ഫുള്ള് റൗണ്ട് ചെക്ക് ചെയ്യണം. എനിക്ക് പറ്റിയ പോലെ ആ ഒരു സാധനം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ പറയാനൊന്നുമില്ല. വണ്ടി പണിയുവാണെങ്കിൽ അവനെ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇതൊന്ന് പൊക്കി ഇങ്ങനെ വെക്കണം. പിന്നെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റണം. അത് റോക്ക് ബഗ്രോസിൻ്റെ സ്റ്റണ്ട് റൈഡ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഈ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ, ഈ നമ്പർ പ്ലേറ്റ്, മിറർ, ഹാൻഡിലൊന്ന് പൊക്കി ഇങ്ങനെ വെക്കണം. ഹെഡ്ലൈറ്റ് വേണേൽ അവിടെ ഇരുന്നോട്ടെ, അത് ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ. ആ ഒരു സാധനം മനസ്സിലായി. അവിടെ DFT മീറ്ററും അതേപോലെ നമ്പർ പ്ലേറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ലുക്ക് വരും. പിന്നെ ടാങ്കിൻ്റെ അവിടെ മറ്റേ ഇങ്ങനൊരു പിടിക്കാൻ പറ്റുന്ന സാധനമുണ്ട്. അത് ആർക്കെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അതിൻ്റെ ലിങ്ക് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ കിടപ്പുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് തന്നെ ഉപകാരമായിരുന്നു. എനിക്ക് ആ ഒരു സാധനം ഇങ്ങനെ മേടിച്ചിങ്ങനെ വെക്കണമെന്നുണ്ട്. പിന്നെ ബാക്കിൽ ഈ സീറ്റ് ഊരി മാറ്റുക, ഇത് മാറ്റി കഴിയുമ്പോട്ടല്ലേ ഓൾറെഡി ഈ ഒരു ഫ്രെയിം കാണാൻ ഭയങ്കര രസമായിരിക്കും. അത് KTMൻ്റെ ഒരു ഇത് ഇറങ്ങിയ സമയത്ത്, ഡ്യൂക്ക് 250 390 ഇറങ്ങിയ സമയത്ത് അവർ ഇതെല്ലാം റിമൂവ് ആക്കിയിട്ട് ഒരു സാധനം ഇറക്കിയായിരുന്നു, ഒരു വീഡിയോ. അതിനകത്ത് അവനിങ്ങനെ ഫ്രണ്ട് പൊക്കി താത്തിട്ടോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കിലത്തെ ഫ്രെയിം കാണണം, ഭയങ്കര ലുക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളു ഗൈസ്. നമ്മൾ പറഞ്ഞു വന്നതൊന്ന്, ഇപ്പം പറഞ്ഞ് അവസാനിക്കുന്ന വേറൊന്ന്, കാട്ടിലെ കോഴിയൊക്കെ പോകുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ കംപ്ലയിൻറ്റ് വന്ന് കണ്ടുപിടിക്കാൻ കാരണം, എനിക്ക് ആദ്യമേ ബ്ലാക്കോ മറ്റേ പഴയ മോഡൽ ഓറഞ്ചോ എടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ഒരു ഹിന്ദിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇതങ്ങ് ഇഷ്ടമായി, മനസ്സിലായി. അങ്ങനെ ഈ കളറ്